ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനലിസ്റ്റ്, ഗായകൻ എന്നീ നിലകളിൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അക്ബർ ഖാൻ. ജി മലയാളം ചാനലിലെ സംഗീത റിയാലിറ്റി ഷോ ആയ സരിഗമപ കേരളത്തിലെ ഒരു മത്സരാർത്ഥിയായാണ് ഈ ഗായകനെ മലയാളികൾ ആദ്യം കാണുന്നത്. പിന്നീട് നിരവധി ടെലിവിഷൻ ഷോകളിൽ ഭാഗമായി. പിന്നീടാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. വിവാഹിതനാണ് താരം. ഡോക്ടർ ഷെറിൻ ഖാനാണ് അക്ബറിന്റെ ഭാര്യ. നോർത്ത് ഇന്ത്യക്കാരിയാണ് ഷെറിൻ. ഇപ്പോഴിതാ അക്ബറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫസ്മിന സാക്കിർ ചെയ്ത വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. വിവാഹിതനായ അക്ബറിന് ഡേറ്റിംഗ് ആപ്പായ ടിൻഡറിൽ അക്കൗണ്ടുണ്ടെന്നും താരം ആപ്പിൽ കയറി ചാറ്റിംഗും ഫോൺ നമ്പർ ഷെയറിംഗും നടത്താറുണ്ടെന്നും പറയുകയാണ് ഫസ്മിന സാക്കിർ. കേരളത്തിൽ പോപ്പുലറായി നിൽക്കുന്ന 3 ഡേറ്റിംഗ് ആപ്പുകളാണ് ഉള്ളത്. ടിൻഡർ, ബബിൾ, അരികെ എന്നിവയാണ് അത്. അഹാന കൃഷ്ണയൊക്കെ ഈ ആപ്പുകളിൽ ചിലതിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഫസ്മിന വീഡിയോ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായിരുന്ന ഗായകൻ അക്ബർ ഖാൻ. വളരെ പോപ്പുലറായ ആളാണ്. ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷെ ബിഗ് ബോസിലെ പുള്ളിയുടെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ പാട്ടും ഇഷ്ടമാണ്. അക്ബർ, റെന, ആദില, നൂറ തുടങ്ങിയവരായിരുന്നു ഇക്കഴിഞ്ഞ സീസണിൽ എന്റെ ഫേവറേറ്റ്സ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുടെ പേരിലൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല. അക്ബറിന് ടിൻഡർ പ്രൊഫൈലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഈ വിവരങ്ങൾ. ഈ അക്കൗണ്ട് ഫേക്കായിക്കൂടെയെന്ന് നിങ്ങൾക്ക് തോന്നാം. ഫേക്കായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരോട് അക്ബറിന്റെ അക്കൗണ്ടിന് ബ്ലൂ ടിക്ക് ഉണ്ട്, വെരിഫൈഡ് ആണ്. അക്ബർ തന്നെയാണോ എന്ന് ആപ്പിലെ ചാറ്റിനിടെ ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ അതേ എന്ന് അക്ബർ മറുപടി നൽകിയിട്ടുണ്ട്. അറിയാവുന്ന പബ്ലിക് ഫിഗറിനെ ടിൻഡറിൽ കണ്ടതുകൊണ്ടാണ് ആ കുട്ടി റിയൽ അക്ബർ ഖാൻ തന്നെയാണോ എന്ന് അറിയാനായി ചോദിച്ചത്. എങ്ങനെ വിശ്വസിക്കുമെന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ താൻ വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അക്ബർ തിരിച്ചു ചോദിച്ചത്. ഐഡന്റിറ്റി കാണിക്കാൻ പുള്ളി റെഡിയാണെന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല നമ്പർ നൽകാനും അക്ബർ തയ്യാറായി. അത് കണ്ടപ്പോൾ എനിക്ക് വന്നൊരു സംശയമാണ്, ഇത്രയധികം സ്പോട്ട്ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ചെയ്യുമോ എന്നത്. പക്ഷെ പുള്ളി ആ കുട്ടിക്ക് നമ്പർ കൊടുത്തു. അതാണ് ഏറ്റവും കോമഡി. 2 മിനിറ്റിലെ ചാറ്റ് കൊണ്ട് ഒരു പരിചയവുമില്ലാത്ത ആൾക്ക് അക്ബർ നമ്പർ കൊടുത്തു. നമ്പറും ഒറിജിനൽ ആയിരുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയെ കൂടുതൽ പരിചയപ്പെടാനും അടുത്ത് അറിയാനുമുള്ള ആഗ്രഹവും അക്ബർ പ്രകടിപ്പിച്ചു. അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ ഒരാളോട് സംസാരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട്. പുള്ളിയുടെ വിവാഹം കഴിഞ്ഞതാണ്. ഒരു ഭാര്യ അദ്ദേഹത്തിനെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഒരാൾ ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് എടുത്ത് മറ്റൊരു പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ പെൺകുട്ടി പിന്നീട് മനസ്സിലാക്കി അക്ബറിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന്. അതോടെ അക്ബറുമായുള്ള കോൺവെർസേഷൻ ഉടനെ തന്നെ അവസാനിപ്പിച്ചു. അഥവാ ആ പെൺകുട്ടി അക്ബറിന്റെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ ചാറ്റ് എവിടെ പോയി അവസാനിച്ചേനെ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നമ്പർ വരെ പുള്ളി കൊടുത്തു. ഫസ്മിന പറഞ്ഞു. അക്ബർ നൽകിയ നമ്പർ റിയൽ ആണോ എന്നറിയാൻ അക്ബറിന് ഫസ്മിനയും മെസ്സേജ് അയക്കുകയും ഡേറ്റിംഗ് ആപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുവെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്ബർ മറുപടി നൽകാൻ കൂട്ടാക്കിയില്ല. എല്ലാ ചാറ്റിന്റെയും സ്ക്രീൻഷോട്ടുകളും ഫസ്മിന പങ്കുവച്ചു.